ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മല്ലികാമ്മ ക്യാപ്റ്റനെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമോ, ഇതൊക്കെ ഇംഗ്ലീഷൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ മല്ലികാമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, ഇല്ല ക്യാപ്റ്റൻ്റെ അടുക്ക് ഇംഗ്ലീഷ് അറിയാമെന്നും മറ്റും അറിയാമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാവുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ഉടനെ തന്നെ മല്ലികാമ്മ പറയുന്നുണ്ട്, അയ്യോ മാഡം എനിക്ക് ചില വാക്കുകൾ അറിയാം, താങ്ക് യു, സോറി, ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി, ഗുഡ് മോർണിംഗ്, ഇതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് മാഡം. ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിച്ച് പോകണ്ടേ, അതിന് വേണ്ടിയിട്ട് പഠിച്ചതാണ്, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല എന്ന് പറയാട്ടോ ചെയ്യുന്ന മല്ലികാമ്മ. ഉടനെ ക്യാപ്റ്റൻ ആണെങ്കിൽ ചിരിക്കുകട്ടോ ചെയ്യുന്നത്, അത്രയ്ക്കൊക്കെ അല്ലേ അറിയത്തുള്ളൂ എന്നുള്ള രീതിയിൽ പരിഹസിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും കുറേ ഗസ്റ്റുകൾ വരുന്നതല്ലേ, ആ ഭാഗത്തേക്ക് വരികയേ ചെയ്യരുത്, നിങ്ങൾ മുറിയടച്ച് ഒരു ഭാഗത്ത് ഇരുന്നാൽ മതി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ചിത്തിര ചെട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, അതെന്തിനാ, അതിൻ്റെ ആവശ്യം എന്താ, അയ വന്നാൽ എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുകയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, അയ്യോ നീ ചാടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ആയയെ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് വരുന്നവരോടൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരോടൊരു മുറിക്കകത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതിയെന്ന്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇവർ സെർവൻ്റാന്ന് പറഞ്ഞാൽ പോരെയെന്ന് പറയുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ പറയും, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എനിക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്, അത് കളഞ്ഞു കുടിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല, ഞാൻ ആരെയും അപമാനിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ചെയ്യുന്നത്, പക്ഷേ ഇവരെന്തായാലും ഒരു റൂമിനകത്ത് അടച്ചു പൂട്ടി ഇരുന്നാൽ മതി, വേറൊന്നും ചെയ്യണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയും. എന്താ അനുസരിക്കാൻ പറ്റത്തില്ലേ എന്ന് മല്ലികാമ്മയോട് ചോദിക്കും. അനുസരിക്കാം മേം സാബ് എന്ന് മല്ലികാമ്മ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ശങ്കർദാസ് വരുന്നുണ്ട്. ശങ്കർദാസ് ചോദിക്കുന്നുണ്ട്, അത് വേണോ രേണു, അത് അവരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ, അവരും കൂടെ നിന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തീരുമാനം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി അത് അനുസരിച്ചാൽ മതി, അവരൊരു റൂമിൽ അടച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ അടച്ചിരുന്നാൽ മതി, കേട്ടല്ലോ. അയ്യോ എൻ്റെ കഴിവുകേടാണെന്ന് പറയും, ഞാനിപ്പോൾ ഒരു ആയയെ വെച്ച് ഈ ചിത്തിരയെ നോക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് മറ്റുള്ളവർ, അങ്ങനെ പറയിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. എന്നിട്ട് ക്യാപ്റ്റൻ അങ്ങ് കയറി പോകുമ്പോൾ ശങ്കർദാസ് മല്ലികാമ്മയോട് പറയുന്നുണ്ട്, അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ചെയ്യുന്നതെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് അനുസരിക്കാനല്ലേ പറ്റുള്ളൂ എന്ന് പറയും. കുഴപ്പമില്ല സാർ, അല്ലെങ്കിൽ ഞാനൊരു മുറിയിൽ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്, എനിക്ക് ആരുടെയും മുമ്പിലേക്ക് വരണമെന്നൊന്നും ആഗ്രഹമില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് ചിത്തിരയാകെ വിഷമിച്ച് നിൽക്കുന്നു. അപ്പോൾ ഉടനെ മല്ലികാമ്മ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, ഏത് തരക്കാരൊക്കെയാണ് പാർട്ടിക്ക് വരുന്നതെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടല്ലോ, എന്തായാലും മാറിയിരിക്കുന്നുണ്ട്, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു മുറിയിലങ്ങിരുന്നാൽ മതിയല്ലോ, പട്ടിക്കൂട്ടിലൊന്നും ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന് മല്ലികാമ്മ പറയുന്നു. പിന്നെ പലര് കാണും, പാർട്ടിയും മറ്റു പരിപാടികളും ഒക്കെ ഇവിടെ കാണും, കള്ളുകൂടിയൊക്കെ കാണുമായിരിക്കും, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയോ ഉപദ്രവിക്കുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞോണം, ഞാൻ ശരിപ്പെടുത്തിക്കോളാം എന്ന് ചിത്തിരയോട് പറയുന്നു. അങ്ങനെയൊന്നും കാണില്ല എന്ന് പറഞ്ഞു. പറയാൻ പറ്റത്തില്ല, ക്യാപ്റ്റൻ്റെ പരിപാടിയല്ലേ എന്ന് മല്ലികാമ്മ പറയുന്നു. പിന്നീട് കാണിക്കുന്ന മഹേഷിനെയാണ്. മഹേഷ് വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്കും ഒരാൾ വന്ന് കൈ കാണിച്ച് വണ്ടി നിർത്തുക കേട്ടോ ചെയ്യുന്നത്. അത് വേറെ ആരുമല്ല, വിനയൻ്റെ കുറേ ഗുണ്ടകളാണ് കേട്ടോ. വിനയന് മഹേഷിന് കാര്യം പിടികിട്ടുന്നുണ്ട്, കുറച്ച് ഗുണ്ടകളാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് വിനയൻ മുമ്പിലേക്ക് വരികട്ടോ ചെയ്യുന്നത്. അയ്യോ ഇതാരാ, നമസ്കാരം, ഞാൻ കണ്ട് മഹേഷാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ മഹേഷിന് മനസ്സിലാവുന്നുണ്ട് രണ്ടും കൽപ്പിച്ചുള്ള വരവാണ് വിനയൻ്റെന്ന്. അപ്പോൾ ഉടനെ ഞാൻ പുറത്തിറങ്ങിയായിരുന്നു. അപ്പോൾ ഉടനെ മഹേഷ് ചോദിക്കുന്നുണ്ട്, കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതല്ലോ, ജാമ്യത്തിൽ ഇറങ്ങിയതല്ലേ, കേസ് കഴിയുമ്പോൾ തിരിച്ചു അതുപോലെ തന്നെ ജയിലിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറയുന്നു. അത് ചിലപ്പോൾ ശരിയായിരിക്കും കേട്ടോ മഹേഷ്, ചിലപ്പോൾ ഞാൻ അകത്തേക്ക് പോകേണ്ടതായിട്ട് വരും, അതുകൊണ്ട് ആ കണക്കുകളൊന്നും മിച്ചം വയ്ക്കാതെ അങ്ങ് തീർക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നീ നല്ലവനായി പോയില്ലേ, നിനക്കിപ്പോൾ ഒരു ഭാര്യയുണ്ട്, ഒരു മകനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിനയൻ. അപ്പോൾ ഉടനെ മഹേഷ് പറയുന്നുണ്ട്, നീ തല്ലാൻ വേണ്ടി വന്നതാന്നൊക്കെ എനിക്ക് മനസ്സിലായി, നീ തല്ലിയാൽ പോലും ഞാൻ തിരിച്ച് തല്ലത്തില്ല, കാരണം നീ പറഞ്ഞതുപോലെ എനിക്കൊരു ഭാര്യയും മകനുമുണ്ട്, അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം, അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും ഇനി ഒന്നിനും വരുന്നില്ല, പഴയ മഹേഷല്ല ഞാൻ, രണ്ടും കൽപ്പിച്ച് എന്തും ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ പറ്റത്തില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ആണോ എന്നും പറഞ്ഞുകൊണ്ട് വിനയനാണെങ്കിൽ ഗുണ്ടകളോട് പറയുന്നു മഹേഷിനെ എടുത്തിട്ട് പെരുമാറാനായിട്ട്. അങ്ങനെ വിനയൻ ഒരു അടി അടിക്കുന്നു, ബാക്കി അടി അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുണ്ടകളെ പറഞ്ഞേൽപ്പിക്കുന്നു. ഗുണ്ടകളെല്ലാവരും കൂടെ മഹേഷിനെ ചവിട്ടി കൂട്ടുക കേട്ടോ ചെയ്യുന്നത്. പക്ഷേ മഹേഷ് തിരിച്ചൊന്നും തന്നെ ചെയ്യുന്നില്ല, കാരണം തിരിച്ച് ചെയ്താലല്ലേ കൂടുതൽ പ്രശ്നമാകത്തുള്ളൂ. അവൻ്റെ കലിപ്പ് തീർത്തിട്ട് പോകട്ടെ, കാരണം തനിക്കൊരു മകനും ഒരു ഭാര്യയും ഉണ്ടല്ലോ, അവരുടെ കാര്യം നോക്കണമല്ലോ, അവർക്ക് വേണ്ടി ജീവിക്കണമല്ലോ എന്ന് വിചാരിക്കുന്നു. പിന്നീട് വിനയൻ പറയുന്നുണ്ട്, മതി മതി നിർത്ത്, ദേ നിന്നെ ജീവനോടെ വിടുന്നുണ്ടല്ലോ, എൻ്റെ ഒരു ഔദാര്യം മാത്രമാണ് കേട്ടല്ലോ, നിന്നെ എനിക്ക് വേണമെങ്കിൽ ഇവിടിട്ട് തീർക്കാമെന്ന്, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വിനയൻ പോകുന്നു. മഹേഷ് ഒന്നും മിണ്ടാതെ
പതുക്കെ പതുക്കെ എണീറ്റ് ഓട്ടോയിൽ കയറുക കേട്ടോ ചെയ്യുന്നത്. നല്ലപോലെ തന്നെ മഹേഷിനെ എടുത്തിട്ട് പെരുമാറുന്നുണ്ട്. പിന്നീട് മഹേഷ് എങ്ങനെയൊക്കെയോ ഓട്ടോ ഓടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ ക്യാപ്റ്റൻ്റെ വീട്ടിൽ ഗസ്റ്റുകൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ക്യാപ്റ്റന് വളരെ സന്തോഷമാവുന്നുണ്ട്. ക്ഷണിച്ചവരൊക്കെ വരുന്നുണ്ടല്ലോ. ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ക്യാപ്റ്റൻ ഭയങ്കരമായിട്ട് അങ്ങനെ ചിരിച്ച് കളിച്ചങ്ങ് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. അവർ ഗിഫ്റ്റുകൾ കൊടുക്കുന്നു. ഗിഫ്റ്റൊക്കെ എടുത്ത് ശംഖുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് മര്യാദയ്ക്ക് വെക്കാൻ പറയുക കേട്ടോ ചെയ്യുന്നത്. എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ച എല്ലാ ഗസ്റ്റുകളും അങ്ങോട്ടേക്ക് എത്തിച്ചേരുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ക്യാപ്റ്റൻ അനൗൺസ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. ദേ ഇതുണ്ടല്ലോ എൻ്റെ മകളാണ് എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദത്തെടുത്തു എന്ന് ഗസ്റ്റുകളിൽ ഒരാൾ ചോദിക്കുന്നു. ദത്തെടുത്തു എന്ന് പറയാം, എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് തോന്നി, അപ്പോൾ ഞാൻ ദത്തെടുത്തു എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. പിന്നീടാണെങ്കിൽ അവിടെ മല്ലികാമ്മ അടച്ചു പൂട്ടി ഇരിക്കുക കേട്ടോ ചെയ്യുന്നത്. മല്ലികാമ്മയ്ക്കാണെങ്കിൽ റൂമിനകത്ത് അടച്ചു പൂട്ടി ഇരുന്നിട്ട് ആകെപ്പാടൊരു വീർപ്പുമുട്ടലൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ ചിത്തിരയെ കൊണ്ടാണെങ്കിൽ ക്യാപ്റ്റനൊക്കെ ഗസ്റ്റുകളെടുക്കുക അത് പറ ഇത് പറ എന്നുള്ള രീതിയിൽ ഇങ്ങനെ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന രീതിയിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് അതിൽ വന്ന ഒരാൾ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ മരിച്ചു പോയല്ലോ, എനിക്കിനിയിപ്പോൾ എന്താഘോഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ പറയാട്ടോ ചെയ്യുന്നത്. അന്നേ പറഞ്ഞതല്ലേ മറ്റൊരു കല്യാണം കഴിക്കാനായിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും ചിത്തിരയെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ചിത്തിരയെ ഓരോരുത്തരായിട്ട് വിളിക്കുകയും പേര് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അനാഥാലയത്തിൽ നിന്നാണോ ദത്തെടുത്തതെന്ന് ചോദിക്കുന്നു. അതെ, ഇവർക്ക് അവിടെ പറയത്തക്ക ആരുമൊന്നുമില്ല, ഏതോ ഒരു അച്ചമ്മയുണ്ടെന്ന് പറയുന്നു, പക്ഷേ അതിനൊന്നും വ്യക്തമായ തെളിവില്ലാന്ന് പറഞ്ഞു. പിന്നീട് ക്യാപ്റ്റൻ ആണെങ്കിൽ ചിത്തിരയെ കൊണ്ട് ഹായ് പറ മോളെ എന്നും പറഞ്ഞ് പറയിപ്പിക്കുന്നു. ഹായ് പറഞ്ഞാൽ മാത്രമേ ഹായ് എവരിബഡി എന്ന് പറഞ്ഞുകൊണ്ട് പറയിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിത്തിരയ്ക്കാണെങ്കിൽ ഒരു താല്പര്യമില്ല കേട്ടോ. സ്വന്തം മകളാണെന്നൊക്കെ ക്യാപ്റ്റൻ പറയുന്നത് കേട്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നുമില്ല ചിത്തിരയ്ക്ക്. ചിത്തിര അഞ്ജനയുടെ മകളാണെന്ന് ചിത്തിരയ്ക്ക് അറിയാവുന്നതാണല്ലോ. പിന്നീട് മഹേഷ് ആണെങ്കിൽ നടക്കാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെയൊക്കെയോ താങ്ങി തൂങ്ങിയൊക്കെ വന്ന് വീട്ടിൽ വന്ന് കയറുന്നു. എന്തു പറ്റിയും ചോദിച്ചുകൊണ്ട് രാഗിണിയും ഹരിയും കൂടെ ചെല്ലുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മഹേഷ് ഒരു കള്ളം പറയുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു ട്രിപ്പിന് പോയതായിരുന്നു, അവിടെ വീണതാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. വീഴുകയെ നിങ്ങൾ എന്തിനാണ് ആ ഭാഗത്തേക്ക് പിന്നെ ട്രിപ്പിന് പോയെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് രാഗിണി. അപ്പോൾ ഉടനെ തന്നെ ഹരിയും ചോദിക്കുന്നുണ്ട്, വീണത് തന്നെയാണോ അച്ഛൻ ചോദിക്കുന്നു. അതേ എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. ഞാൻ രാഗിണി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പോയി കുടിക്കാൻ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ഹരി വീണ്ടും ചോദിക്കുന്നു, അച്ഛാ വീണത് തന്നെയാണോ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത്? ഞാൻ പറയുന്ന നുണയായിട്ട് നിനക്ക് തോന്നിയോ? അല്ല, വീണ കൈ ഒടിയും അല്ലെങ്കിൽ കുഴ തെറ്റുമൊക്കെ ചെയ്യുമല്ലോ, അച്ഛൻ അതൊന്നും കാണുന്നില്ല. നീ ഭാവിയിൽ ഒരു ഡോക്ടർ ആവുമല്ലോടാ, നീ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഹരിയുടെ അടുക്കൽ മഹേഷ് പറയുക ചെയ്യുന്നത്, ഒരു ഡ്രൈവറുടെ ജീവിതം എന്ന് പറയുന്നത് എതിരെ വരുന്ന വണ്ടിക്കാരൻ്റെ അല്ലെങ്കിൽ വണ്ടിയിലെ ഡ്രൈവറിൻ്റെ ദയ കൊണ്ടാണ്. അതുകൊണ്ട് നീ നല്ലതുപോലെ പഠിച്ച് നല്ല നിലയിലെത്തണം. അച്ഛൻ്റെ പ്രതീക്ഷകളൊന്നും നീ തെറ്റിക്കരുത്. എനിക്കൊന്നും തന്നില്ലെങ്കിലും വേണ്ട, നീ നിൻ്റെ അമ്മയെ നല്ലതുപോലെ നോക്കണം. എന്തായാലും ഞാനൊന്ന് പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞ് മഹേഷ് പോകുന്നു. അപ്പോൾ രാഗിണിക്കും ഹരിക്കും മനസ്സിലാവട്ടോ ചെയ്ത് വീണതൊന്നുമല്ല മറ്റെന്തോ ആണെന്ന് രാഗിണി പറഞ്ഞു. അമ്മയ്ക്ക് തോന്നിയല്ലേ എനിക്കും തോന്നി എന്ന് ഹരിയും പറയുകട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും തന്നെ രാഗിണി പറയുന്നുണ്ട്, കള്ളവല്ലേ പറയത്തുള്ളൂ, സത്യമൊന്നും പറയില്ലല്ലോ, എന്തോ ഉണ്ട്, കണ്ടുപിടിക്കണമെന്ന് മനസ്സിലും കരുതുക കേട്ടോ ചെയ്യുന്നത്. പിന്നീടാണെങ്കിൽ ആ പാർട്ടിക്ക് വന്ന ഒരു ഗസ്റ്റ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാനൊന്ന് പോയി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ എന്ന് പറയട്ടോ ചെയ്യുന്നത്. എന്തായാലും മോളുടെ മുഖം കണ്ടിട്ട് ക്യാപ്റ്റന് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നില്ല, അവരുടെ സ്വഭാവത്തിന് ആര് ഇഷ്ടപ്പെടാനാണെന്നും പറഞ്ഞുകൊണ്ട് അയാൾ മുകളിലേക്ക് കയറുന്നു. മുകളിലേക്ക് വരുന്ന അയാൾ മദ്യപിക്കുക കേട്ടോ ചെയ്യുന്നത്. മദ്യപിച്ച് കഴിഞ്ഞതിന് ശേഷം അയാൾക്കാണെങ്കിൽ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്നൊന്നും അറിയുന്ന അത്രയ്ക്ക് ബോധമൊന്നുമില്ല. അയാൾ മുമ്പിൽ കാണുന്ന വാതിൽക്ക് കൊട്ടുക കേട്ടോ ചെയ്യുന്നത്. ആ വാതിലിൻ്റെ അകത്തിരിക്കുന്നത് മല്ലികാമ്മ കേട്ടോ. കൊട്ടുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം മല്ലികാമ്മയുടെ വിചാരം ചിലപ്പോൾ ക്യാപ്റ്റൻ ആയിരിക്കുമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. മെയിം സാബ് എന്നപ്പോൾ ഉടനെ തന്നെ വിളിക്കുന്നുണ്ട്. അയാൾ ഒരു അക്ഷരം പോലും തിരിച്ച് പറയുന്നില്ല. പെട്ടെന്ന് മല്ലികാമ്മ വന്ന് ഡോറ് തുറക്കുമ്പോഴത്തേക്കും കുടിച്ച് കുറച്ച് ബോധമില്ലാതെ ഒരാൾ അവിടെ നിൽക്കുന്നത് കാണുന്നു കേട്ടോ. അയ്യോ, അപ്പോൾ ഷൂ എന്നും പറഞ്ഞുകൊണ്ട് മല്ലികാമ്മ ഇങ്ങനെ നിൽക്കുന്നു. നിങ്ങളാരാ ഇത്? ഇതിനകത്ത് ഇങ്ങനെ ഒരാൾ ഇരിപ്പുണ്ടെന്ന് കരുതിയില്ലല്ലോ, നിങ്ങളെന്തിനാ ഇങ്ങനെ മാറിയിരിക്കുന്നത്? നിങ്ങൾ ക്യാപ്റ്റൻ്റെ ആരാന്ന് ചോദിക്കുന്നു. ഞാൻ ക്യാപ്റ്റൻ്റെ ആരുമല്ല എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അയ്യോ, ഇവിടുത്തെ വേലക്കാരിയാണോ എന്ന് ചോദിക്കുന്നു. അതെ എന്ന് പറയുന്നു മല്ലികാമ്മ. അപ്പോൾ ഉടനെ തന്നെ അയാൾ പറയും, നിങ്ങളെന്തിനാ മാറിയിരിക്കുന്നത്? നിങ്ങളോട് ക്യാപ്റ്റൻ മാറിയിരിക്കാനായിട്ട് പറഞ്ഞോ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ പറയുന്നുണ്ട്, ഇല്ല, ഞാനായിട്ട് തന്നെ മാറിയിരിക്കുക, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാന്ന് പറയുന്നു. ഇപ്പോൾ പാർട്ടി കുറച്ചുകൂടെ കഴിയുമ്പോണ്ടല്ലോ അവിടെ പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങും, അപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഡാൻസ് എൻ്റെ ഭാര്യ മരിച്ചു പോയതാന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ പറഞ്ഞു, എനിക്ക് ആരുടെ കൂടെയും ഡാൻസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അയ്യോ, ബഹളം വെക്കണ്ട, ഡാൻസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഡാൻസ് ചെയ്യണ്ട, പക്ഷേ പാർട്ടിയിൽ
പങ്കെടുക്കാമല്ലോ. എന്തിനാ നിങ്ങൾ മാറിയിരിക്കുന്നത്? അവിടെ നല്ല ഗംഭീര പാർട്ടി നടക്കുകയല്ലേ. എന്തായാലും ഞാൻ ക്യാപ്റ്റനെ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ കിടന്ന് അലറി വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും മല്ലികാമ്മ പറഞ്ഞു, നിങ്ങളൊന്ന് പോയി തരൂ, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് മാറിയിരിക്കുന്നത് പറയുന്നുണ്ട്. അപ്പോഴേക്കും ക്യാപ്റ്റൻ ഓടിപ്പടച്ച് അങ്ങോട്ടേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. എന്താ ക്യാപ്റ്റൻ ഈ കാണിക്കുന്നത്? ഇവരെ എന്തിനാണ് മാറ്റിയിരുത്തിയിരിക്കുന്നത്? അപ്പോൾ ഉടനെ തന്നെ ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ട്, ഇവർ പറഞ്ഞു ഞാൻ മാറ്റിയിരുത്തിയിരിക്കുകയാണ്. ഞാൻ മാറ്റിയിരുത്തിയതൊന്നുമല്ല, ഇവരായിട്ട് തന്നെ മാറിയിരുന്നതാണെന്ന് ഉടനെ തന്നെ തടി തപ്പാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ മല്ലിക പറയുന്നുണ്ട്, എന്നെ ആരും മാറ്റിയിരുത്തിയൊന്നുമല്ല, ഞാനായിട്ട് എൻ്റെ ഇഷ്ടത്തിന് മാറിയിരുന്നതാണ്, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. കേട്ടില്ലേ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അയ്യോ, പട്ടാളത്തിൽ പോലും ബഡാഖാന നടക്കുന്ന സമയത്ത് ശിപ്പായിമാരെ വരെ പങ്കെടുപ്പിക്കാറുള്ളതല്ലേ, പിന്നെന്താ ഇവരെ പങ്കെടുപ്പിച്ചാൽ ക്യാപ്റ്റൻ? അപ്പോൾ റൂൾ ഈസ് റൂൾ ക്യാപ്റ്റൻ, അതുകൊണ്ട് ഇവരെ കൂടെ പങ്കെടുപ്പിക്കണം, നിങ്ങൾ എപ്പോഴും റൂൾ പറയുന്ന ആളല്ലേ എന്ന് പറയും. അതിനെന്താ, പങ്കെടുപ്പിക്കാമല്ലോ, ഞാൻ ഇവരോട് പറഞ്ഞതാണ്, പക്ഷേ ഇവർ തയ്യാറാവാഞ്ഞിട്ടാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇനി ക്യാപ്റ്റന് മല്ലികാമ്മയെ പാർട്ടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കാനായിട്ട് തരമില്ലാത്ത അവസ്ഥയാവുന്നു. അങ്ങനെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് വന്ന് പാർട്ടിയിൽ പങ്കെടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് പോവുകട്ടോ ചെയ്യുന്നത്. കേട്ടല്ലോ പറഞ്ഞത് ക്യാപ്റ്റൻ, വന്ന് പങ്കെടുക്കൂ, നമുക്ക് എല്ലാവർക്കും കൂടി നടിച്ച് പൊളിക്കാമെന്ന് അയാൾ വീണ്ടും പറയുക കേട്ടോ ചെയ്യുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും ചിത്തിരയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. കാരണം മല്ലികാമ്മയെ മാറ്റി നിർത്തി, എന്തായാലും അയാൾ കള്ള് കുടിച്ചിട്ടാണെങ്കിലും മല്ലികാമ്മയെ പങ്കെടുപ്പിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉടനെ ശങ്കർദാസ് പറയുന്നുണ്ട് കേട്ടോ, ക്യാപ്റ്റൻ പോയതിനു ശേഷം, സാർ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് മല്ലികാമ്മ പറയുമ്പോൾ, ഇനിയിപ്പോൾ വന്ന് പാർട്ടി പങ്കെടുത്തോ, ഇനി അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ദേഷ്യപ്പെടുമെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും പാർട്ടിയുടെ ആ ഹാളിൽ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. ക്യാപ്റ്റൻ ഉടനെ തന്നെ ചിത്തിരയോട് പറയുന്നുണ്ട്, മോളാണ് വേണം ഇവിടുന്ന് കേക്ക് മുറിക്കാനെന്ന് പറഞ്ഞു. ഞാനോ, നിങ്ങളുടെ അല്ലേ വെഡിങ് ആനിവേഴ്സറിയും ചോദിക്കുകയാട്ടോ ചെയ്യുന്നത്, ഇങ്ങോട്ടൊന്നും പറയണ്ട, മര്യാദയ്ക്ക് മുറിച്ചാൽ മതി എന്ന് പറയുന്നു. മല്ലികാമ്മ പറയുന്നു, മുറിച്ചോ, കുഴപ്പമില്ല എന്നുള്ള കണ്ണ് കാണിക്കുമ്പോഴത്തേക്കും ചിത്തിര കേക്കൊക്കെ കട്ട് ചെയ്ത് ക്യാപ്റ്റന് കൊടുക്കുന്നു, ശംഖുവിന് കൊടുക്കുന്നു, ശംഖു തിരിച്ചുമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നടക്കുമ്പോഴും ചിത്തിരയുടെ മുഖത്ത് ഒരു സന്തോഷം, ഒരു പ്രസരിപ്പോ ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിപ്പോയാൽ മതി എന്നുള്ള ഭാവമാണ് കേട്ടോ ചിത്തിരയുടെ മുഖത്ത് കാണുന്നത്. അത് ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യാപ്റ്റന് മാത്രം ചിത്തിരയുടെ മനസ്സ് വായിക്കാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ. ചിത്തിര ഇങ്ങനെ തൂങ്ങി നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. ആകപ്പാടെ ചിത്തിരയ്ക്ക് ഉണ്ടായിരുന്ന സമാധാനം എന്ന് പറയുന്ന മല്ലികാമ്മ വന്നാണ്. അതിനുശേഷം ക്യാപ്റ്റൻ ഒരു വലിയ സമ്മാനം ചിത്തിരയ്ക്ക് കൊടുക്കുന്നു. വേറൊന്നുമല്ല, ഒരു സ്വർണ്ണമാല അണിയിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് കാണുന്ന മല്ലികാമ്മയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും തൻ്റെ കൊച്ചുമോൾ നല്ല നിലയിലാണല്ലോ. ക്യാപ്റ്റൻ ഇങ്ങനെയൊക്കെ തരം താഴ്ത്തുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എന്നും എൻ്റെ മോളെയും കണ്ടുകൊണ്ട് ഇവിടെ കഴിയാൻ പറ്റുന്നുണ്ടല്ലോ, അവൾക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ മല്ലികാമ്മ ചിന്തിക്കുന്നു. ചിത്തിരയാണെങ്കിൽ തനിക്ക് തൻ്റെ ഐഡൻറ്റിറ്റി തന്നെ നഷ്ടമാവുകയാണോ, ഇവരുടെ താളത്തിന് തുള്ളേണ്ടി വരുവാണോ എന്നൊക്കെ ആട്ടോ ചിന്തിക്കുന്നത്. ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ, എനിക്ക് ഇതിനോടൊന്നും ഒരു ആഗ്രഹവുമില്ല, എനിക്ക് എൻ്റെ പഴയ ജീവിതം തന്നെ മതിയായിരുന്നു. എൻ്റെ അച്ചമ്മയായിട്ട് ആരും എന്നെ എതിർക്കാതെ അല്ലെ ആരെയും പേടിക്കാതെ അച്ചമ്മയോടൊപ്പം എനിക്ക് അച്ചമ്മയെ കെട്ടിപ്പിടിച്ച് കഴിയാൻ പറ്റുന്ന ആ ഒരു കൊച്ചു വീട്ടിലെ ജീവിതം തന്നെ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും ചിത്തിരയുടെ മുഖത്ത് ആകെ ഒരു വിഷമം.